ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ LTV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛനോട് വന്നിട്ട് അച്ഛാ പറ്റിപ്പോയതാ അച്ഛാ, ക്ഷമിക്കച്ചാന്ന് രേവതി പറയണു. അപ്പം അച്ഛൻ ഇങ്ങനെ നോക്കും കേട്ടോ. ശരത്തിന് ഇനിയും പഠിക്കണം, പരീക്ഷ എഴുതാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ ഭാവി എന്താകുമെന്ന് ഓർത്തപ്പോൾ ആ ഒരു ടെൻഷനിൽ അങ്ങനെ ചെയ്തു പോയതാ. എൻ്റെ മനസ്സിൽ ആ ഒരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ രേവതിയെ കൊണ്ട് അത് ചെയ്യിച്ചതാ അച്ഛാന്ന് പറഞ്ഞു. അന്നേരം സച്ചി, ഒരു ലക്ഷ്യം നേടുന്നത് നേർവഴിയിലൂടെ ആയിരിക്കണമെന്നും നിങ്ങളെന്തിനാ ഈ ഡ്രാമ കളിച്ചതെന്ന് അച്ഛൻ സച്ചിയോട് ചോദിക്കുക. അപ്പോൾ നേർവഴിയിലൂടെ പോയിട്ട് നടക്കാത്തത് കൊണ്ടാണ് ഡ്രാമ കളിച്ചതെന്ന് സച്ചി അന്നേരം പറഞ്ഞു. ഇവരുടെ കുടുംബത്തോടൊപ്പം നിൽക്കണം, കുടുംബം നോക്കണമെന്ന് അച്ഛൻ കൂടെ എന്നോട് പറയാറില്ലേ എന്ന് സച്ചി അച്ഛനോട് ചോദിച്ചു. എന്നെക്കാളും സ്നേഹം ആ കുടുംബത്തിനോട് അച്ഛനില്ലേ, അതുകൊണ്ടാണല്ലോ എന്നെക്കൊണ്ട് രേവതിയെ കല്യാണം പോലും കഴിപ്പിച്ചതെന്നുള്ള കാര്യം സച്ചി ഇങ്ങനെ ചോദിക്കുക കേട്ടോ. പിന്നെ ശരത്തിന് പരീക്ഷ എഴുതാൻ പറ്റത്തില്ല എന്ന് അറിഞ്ഞപ്പോൾ അവരെല്ലാവരും ആകെ തകർന്നു പോയച്ചാ. ഒന്ന് സഹായിക്കണം എന്ന് വിചാരിച്ച് ചെയ്തതാണ് അച്ഛ എന്ന് സച്ചി അച്ഛനോട് പറഞ്ഞു. അപ്പോൾ നീ നല്ലതിന് വേണ്ടി തന്നെയാണ് ചെയ്തത്, സഹായിച്ചതും നല്ലതിന് വേണ്ടി തന്നെയാണ്. പക്ഷേ അതിന് തിരഞ്ഞെടുത്ത വഴി അത് തെറ്റായി പോയി എന്ന് അച്ഛൻ സച്ചിയോട് പറയുന്നു. അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അച്ഛൻ കുറ്റപ്പെടുത്തുവാണ്. അപ്പോൾ കൂടെ ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കിടക്കുന്നത് നല്ലതിനാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പം അല്ലച്ച, നല്ലതൊന്നും അല്ല, എനിക്കതറിയാം. ലോക്കപ്പിനകത്ത് കിടക്കുമ്പോൾ ഞാൻ ഇന്നലെ രാത്രി മുഴുവൻ ഇത് തന്നെ ആലോചിച്ചതെന്നുള്ള കാര്യം സച്ചി അച്ഛനോട് പറയുക കേട്ടോ. അപ്പോൾ ഇനി പോലീസ് സ്റ്റേഷനിൽ പോയി നീ കിടക്കുമെന്ന് ചോദിച്ചു. അയ്യോ അറിയില്ല അച്ഛാ, അത് ഞാൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അച്ഛനെ ഒരു തരത്തിൽ മയപ്പെടുത്തി ഇവരങ്ങ് പോയി. ആ സമയത്ത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ വർഷ നല്ല ഉറക്കം. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് റെഡിയായി പോകാനായിട്ട് ഇറങ്ങുക. ശ്രീകാന്ത് ഇത് എവിടെ പോവാന്ന് ചോദിച്ചു വർഷ. അപ്പോൾ അതൊക്കെ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ ഈ സമയത്ത് സാധാരണ ഞാൻ എവിടെയാണ് പോവാറ്? അതെ, റെസ്റ്റോറൻറ്റിലേക്കല്ല, അത് വേറെ എവിടേക്ക് പോകാനാണെന്ന് ചോദിക്കുമ്പം ഇവിടെ ഒരാൾ പനി പിടിച്ച് കിടക്കുക. പിന്നെ എന്നോട് ഇത്തിരിയെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ശ്രീകാന്ത് ഇന്ന് പോകുമോ എന്നൊക്കെ ചോദിച്ചു. പനിയോ? നിനക്കോ പനി പിടിച്ചോ എന്ന് ചോദിച്ചു. നല്ല ആളാ കേട്ടോ, എൻ്റെ അടുത്ത് കിടന്നിട്ടൊന്നും അറിഞ്ഞില്ലേ എന്ന് വർഷം അന്നേരം ചോദിച്ചു. ഞാൻ ഇത്രയും സമയമായിട്ട് എഴുന്നേക്കാതിരുന്നപ്പോൾ എന്താ പറ്റിയെന്നെങ്കിലും എന്നോടൊന്ന് ചോദിച്ചോ എന്ന് ചോദിച്ചു. അയ്യോ ഇന്ന് ഡബിങ് കാണില്ല, അതുകൊണ്ട് ഉറങ്ങുമായിരിക്കുമെന്ന് ഞാൻ കരുതിയതെന്ന് ശ്രീകാന്ത് അന്നേരം പറഞ്ഞു. രാത്രി നല്ല പനി ഉണ്ടായിരുന്നു, തീരെ വയ്യ എനിക്ക് എന്നൊക്കെ പറയുമ്പോൾ നേരത്തെ പറഞ്ഞെങ്കിൽ നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഹോസ്പിറ്റലൊന്നും എനിക്ക് പോവണ്ട, ഞാൻ ടാബ്ലറ്റൊക്കെ കഴിച്ചായിരുന്നു, പിന്നെ സ്റ്റുഡിയോയിലും പോകാൻ എന്നെക്കൊണ്ട് കഴിയില്ല, അതുകൊണ്ട് ഞാനിന്ന് ലീവ് എടുത്തതാണെന്ന് പറഞ്ഞു. നീ ഇന്ന് പോകണ്ട, എൻ്റെ കൂടെ നീ ഇരിക്കാൻ പറഞ്ഞു. എനിക്ക് റെസ്റ്റോറൻറ്റിൽ പോകാതിരിക്കാൻ പറ്റില്ല വർഷ എന്ന് പറയുമ്പോൾ റെസ്റ്റോറൻറ്റിൽ എന്താ വേറെ ഷെഫൊന്നും ഇല്ലേ, നീ ഇന്ന് ലീവ് എടുത്ത് എൻ്റെ കൂടെ നീ ഇരിക്കും ശ്രീകാന്ത് എന്ന് വർഷ. ഞാൻ വേണമെങ്കിൽ പോയിട്ട് ഉച്ചയ്ക്ക് വരാൻ നോക്കാമെന്ന് പറഞ്ഞു. ശ്രീകാന്ത് ആണെങ്കിൽ പോകാതിരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് അസുഖം വന്നാലും ഒറ്റയ്ക്ക് ഇരിക്കാനൊന്നും കഴിയില്ല ശ്രീകാന്തെ, ദേ നോക്കുക വീട്ടിലാണെങ്കിൽ അമ്മ എൻ്റെ കൂടെ തന്നെ കാണും, ശ്രീകാന്ത് ഇവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞുകൊണ്ടായി വർഷ. ദേ എന്നെക്കാളും വലുതാണ് ശ്രീകാന്തിൻ്റെ ജോലി എന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് വന്ന് വർഷയുടെ അടുത്തിരുന്നു. എന്നിട്ട് നിന്നേക്കാളും വലുതായിട്ട് എനിക്ക് മറ്റൊന്നും ഇല്ല എന്ന് വർഷയോട് പറയുക. അപ്പോൾ എന്നാൽ ലീവ് നീ വിളിച്ച് പറയാൻ പറഞ്ഞു. ശ്രീകാന്തിന് പറയാനും പറ്റുന്നില്ല. അപ്പോഴേക്കും ഫോൺ വന്നു. അപ്പോൾ ഫോൺ എടുത്തപ്പോഴത്തേക്കും ശ്രീകാന്തിനോട് അത് ലൗഡ് സ്പീക്കറിൽ ഇടാൻ പറഞ്ഞു നമ്മുടെ വർഷ. അപ്പോൾ ഹലോ, പ്രിയ, ഹലോ ശ്രീകാന്ത് എന്ന് പറഞ്ഞു. പറയൂ പ്രിയ, എന്താന്ന് ചോദിച്ചു. വേറെ അറിയൂ? അത് പിന്നെ ഞാൻ വീട്ടിലുണ്ടല്ലോ. അതെ, ലേറ്റ് ആയല്ലോ ശ്രീകാന്തേ, എന്താ വരാത്തേ? അത് പിന്നെ ഇന്ന് എനിക്കൊന്ന് ലീവ് വേണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ വാട്ട്, ലീവോ ഇന്നോ? നോ വേ, നടക്കില്ല. ഇന്നൊരു കോർപ്പറേറ്റ് കമ്പനിയുടെ ഫുഡ് ഓർഡർ തന്നെയുണ്ട് നമുക്ക്, ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ എന്നൊക്കെ പ്രിയ ചോദിക്കുമ്പം അതൊക്കെ എന്നോട് പറഞ്ഞിരുന്നു, വൈഫിന് നല്ല സുഖമില്ലാന്നും പിന്നെ പനി, അതുകൊണ്ടാണ് ഇന്ന് ലീവ് വേണമെന്ന് പറഞ്ഞത്. ഇതൊരു വലിയ ഓർഡറാണ് ശ്രീകാന്തേ, ദേ ഇത് കറക്റ്റായി ചെയ്തു കൊടുത്താൽ നമുക്ക് മോർ ഓർഡേഴ്സ് കിട്ടുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ ചുറ്റി വരിക. വൈഫിനെ നോക്കാൻ അവിടെ എന്താ വേറെ ആരും ഇല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് പ്രിയ ദേഷ്യപ്പെടുന്നു. ഇതെല്ലാം വർഷം കേൾക്കുക. നോക്കാം, ഇത് ഞാൻ ആദ്യമായിട്ട് എടുത്തിട്ടുള്ള വലിയ ഓർഡറാണെന്നും ദേ എനിക്കിതിൽ ഭയങ്കര ഇമ്പ്രസ്സാണ്, ലീവ് തരാനൊന്നും പറ്റത്തില്ല, യു മസ്റ്റ് കം ഹിയർ, പെട്ടെന്ന് വരാൻ നോക്കുന്നു പറഞ്ഞുകൊണ്ട് പ്രിയ ഇങ്ങനെ പറയാം. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ നീ പോവാണോ എന്ന് വർഷ ശ്രീകാന്തിനോട് ചോദിച്ചു. അപ്പോൾ പ്രിയ പറഞ്ഞു നീയും കേട്ടതല്ലേ എന്ന് ശ്രീകാന്ത് വർഷയോട് ചോദിക്കാം. ലീവ് തരാൻ പറ്റില്ലെന്ന് പറയാൻ അവൾ ആരാണെന്ന് വർഷ ചോദിക്കാം. ഒരു എംപ്ലോയിക്ക് ഒരു അത്യാവശ്യം വന്നാൽ ലീവ് എടുക്കണ്ടേ എന്നൊക്കെ വർഷ ഇരുന്ന് ചോദിക്കുക. നീ ഇന്ന് പോകണ്ട എന്ന് വർഷ പോകാതിരിക്കാൻ എന്നെ കൂടെ പറ്റത്തില്ല, പോയില്ലെങ്കിൽ പിന്നെ അവിടെ ജോലി കാണത്തില്ല എന്ന് പറഞ്ഞു. ജോലി പോകുന്നെങ്കിൽ പോട്ടെ, നമുക്ക് പുതിയ റെസ്റ്റോറൻറ്റ് വേണമെങ്കിൽ തുടങ്ങാമെന്ന് വർഷ. പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങാനൊക്കെ സമയം എടുക്കുമെന്നും പിന്നെ ഇവിടെ ഇപ്പോൾ നല്ല സാലറി കിട്ടുന്നുണ്ടല്ലോ, അതൊന്നും വേണ്ടെന്ന് വെക്കാൻ എനിക്ക് പറ്റത്തില്ല വർഷ എന്ന് പറയാം. ജോലി പോയാൽ അത് പ്രശ്നം തന്നെയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ വർഷയ്ക്ക് ഭയങ്കര സങ്കടം. നീ ടാബ്ലറ്റ് കഴിച്ചെന്നല്ലേ പറഞ്ഞത്, പെട്ടെന്ന് തന്നെ അത് ശരിയായിക്കോളും, പിന്നെന്താ ഞാൻ രേവതി അടുത്തോട് പറഞ്ഞിട്ട് പോയിക്കോളാം, ഏട്ടത്തി നിന്നെ നല്ലപോലെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. പ്രിയ എന്നെ വിശ്വസിച്ചാൽ ഈ ഒരു ഓർഡർ എടുത്തപ്പോൾ എനിക്ക് ഇട്ടിട്ട് പോരാൻ പറ്റുമോ, നീ എന്തായാലും റെസ്റ്റ് എടുക്കുക, ഞാൻ പെട്ടെന്ന് വരാൻ നോക്കാം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ശ്രീകാന്ത് പോയി. വർഷയ്ക്ക് അത് ഭയങ്കര സങ്കടമായി. ആ സമയത്ത് അവിടെ നമ്മുടെ
ശ്രീകാന്ത് അവിടെ എത്തി, ഹോട്ടലിലെത്തി, ഭയങ്കര പാചകവും കാര്യങ്ങളൊക്കെ. അപ്പോൾ കൂടെയുള്ള ആൾ വന്നിട്ട് കറക്റ്റ് സമയത്ത് തന്നെ ഫുഡ് കൊടുത്തു വിടണമെന്നും അല്ലെങ്കിൽ മേഡത്തിൻ്റെ വായിലിരിക്കുന്നതൊക്കെ നീ കേൾക്കേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ റെഡി ആകുമെന്ന് ശ്രീകാന്ത് പറഞ്ഞു. നിന്നെ ഇത്ര ഹാപ്പി ആയിട്ട് കണ്ടിട്ടുള്ളത് വർക്ക് ചെയ്യുമ്പോഴാണ്, നീ ആസ്വദിച്ചാൽ ഇതൊക്കെ ചെയ്യാറ്, പക്ഷേ ഇന്നെന്ത് പറ്റിയടാ ഒരു മൂഡ് ഔട്ട് എന്ന് ചോദിച്ചപ്പോൾ വർഷയ്ക്ക് വയ്യെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് അവിടെ നിന്ന് ജോലി. അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പെട്ടിയും പാക്ക് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ രേവതി വന്നിട്ട് നീ ഇതെങ്ങോട്ട് പോകാം, എത്ര പെട്ടെന്ന് നിൻ്റെ പനിയൊക്കെ മാറിയോ എന്ന് ചോദിച്ചു. അപ്പോൾ വർഷയ്ക്ക് ഭയങ്കര സങ്കടം. നല്ല ചൂടുണ്ടല്ലോ, എന്താ? അപ്പോൾ പനി മാറിയിട്ടൊന്നും ഇല്ല ചേച്ചി എന്ന് പറഞ്ഞു. പിന്നെ ഈ പെട്ടിയൊക്കെ ആയിട്ട് നീ എവിടെ പോകാമെന്ന് ചോദിച്ചു. എവിടെയും പോകണ്ട, നീ റെസ്റ്റ് എടുത്തേ, നീ ഒന്നും കഴിച്ചില്ലല്ലോ, ഞാൻ പോയി കഞ്ഞി ഉണ്ടാക്കി കൊണ്ടുവരാമെന്ന് പറഞ്ഞ രേവതി പോകുമ്പോൾ ചേച്ചി വേണ്ട, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവുകയാണെന്ന് പറഞ്ഞു വർഷ. സുഖമില്ലാത്തപ്പോൾ എന്തിനാ നീ പോകുന്നേ, നീ പോയി റെസ്റ്റ് എടുക്കാൻ പറഞ്ഞു രേവതി. അപ്പം ഞാൻ പോവുക, എനിക്കിവിടെ നിൽക്കാൻ താല്പര്യമില്ല എന്ന് വർഷ. എന്തു പറ്റി, എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിച്ചു. എൻ്റെ ഹസ്ബൻഡ് എന്നെ കെയർ ചെയ്യണം, എൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ ഞാൻ വിചാരിക്കുന്നത് തെറ്റാണോ എന്ന് ചോദിച്ചു. ഒരിക്കലും അല്ല എന്ന് രേവതി. പക്ഷെ ശ്രീകാന്തിന് ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്ക് സുഖമില്ല, ലീവ് എടുത്ത് കൂടെ ഇരിക്കാൻ പറഞ്ഞിട്ട് അവൻ കേട്ടില്ല എന്നും ഓണർ വിളിച്ചു, അർജൻറ്റ് ഓർഡർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവൻ ജോലിക്ക് പോയി എന്ന് പറഞ്ഞു. ആണോ എന്ന് രേവതി ചോദിക്കാം. അവൻ എന്നെക്കാളും മുഖ്യം ജോലിയാണെന്നും ഞാൻ പനിച്ച് കിടക്കുന്നത് കണ്ടിട്ട് അവൻ പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര ഒച്ച വയ്ക്കുക വർഷ. അവൻ പോട്ടെ, രാവും പകലും റെസ്റ്റോറൻറ്റിൽ നിൽക്കട്ടെ, ഞാൻ എൻ്റെ വീട്ടിൽ പോവാണെന്ന് പറഞ്ഞു. അയ്യോ വർഷ നിൽക്കാൻ പറഞ്ഞു രേവതി, നീ ഇങ്ങനെ പറയല്ലേ, നിന്നെ നോക്കണം, പനി കൂടുതലാണെങ്കിൽ എന്നെ വിളിക്കണം എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ട് ശ്രീകാന്ത് പോയതെന്ന് പറഞ്ഞു. എന്നെ നോക്കാൻ രേവതി ചോദിച്ചിട്ട് അവൻ പറയണോ, അല്ലെങ്കിൽ നോക്കില്ലേ ചേച്ചി എന്നെ എന്ന് രേവതിയോട് വർഷ അന്നേരം തിരിച്ചു ചോദിച്ചു. എനിക്ക് വേണ്ടി ഒരു ദിവസം ലീവ് പോലും അവൻ എടുക്കാൻ പറ്റത്തില്ലല്ലോ, അത്രയ്ക്കുണ്ട് എന്നോടുള്ള അവൻ്റെ സ്നേഹം എന്നൊക്കെ പറയുമ്പോൾ രേവതി, വർഷേ അവൻ പോയത് ശരിയൊന്നും അല്ല എന്ന് കരുതി നിന്നോട് സ്നേഹമില്ലാത്തതൊന്നും അല്ല, അങ്ങനെ നീ വിചാരിക്കല്ലേ. നീ ഇങ്ങനെ പിണങ്ങി വീട്ടിലോട്ട് പോവല്ലേ, നീ ഇവിടെ നിൽക്കുക, ഞാൻ ശ്രീകാന്തിനെ വിളിച്ച് വരാൻ പറയാമെന്ന് പറഞ്ഞു. അപ്പോൾ വേണ്ട ചേച്ചി, അവനെ വിളിക്കണ്ട, അവനോട് വരാനും പറയണ്ട, എൻ്റെ കൂടെ ഇരിക്കണമെന്ന് അവന് തോന്നിയില്ലല്ലോ. പിന്നെ വീണ് ചേച്ചിയുടെ തലയ്ക്ക് പരിക്ക് പറ്റിയപ്പോൾ ജോലിക്ക് പോയത് സച്ചേട്ടൻ കൂടെ ഇരുന്നില്ലേ, എപ്പോഴും സച്ചേട്ടൻ ചേച്ചിയുടെ കൂടെ തന്നെ ഇല്ലായിരുന്നോ? എന്തിന് ചേച്ചി പൂ വയ്ക്കാൻ പോയപ്പോൾ പോലും സച്ചേട്ടൻ കൂടെ വന്നില്ലേ? അങ്ങനെയാ ഭാര്യയോട് സ്നേഹമുള്ള ഭർത്താക്കന്മാർ ചെയ്യുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വർഷം ഇങ്ങനെ പറയുവാണ്. നിങ്ങൾ പരസ്പരം ഇഷ്ടപ്പെടാതെ കല്യാണം കഴിച്ചവരാണെന്നും എന്നാൽ ഞങ്ങൾ അങ്ങനെയാണോ, പരസ്പരം ഇഷ്ടപ്പെട്ട് പ്രണയിച്ച് കല്യാണം കഴിച്ചവരല്ലേ എന്നും വർഷ ചോദിച്ചു. എൻ്റെ അച്ഛനെയും അമ്മയും വിട്ട് ഇവൻ്റെ കൂടെ ഇറങ്ങി വന്നവളല്ലേ ഞാനെന്നൊക്കെ ചോദിക്കുക. എന്നിട്ട് ഇങ്ങനൊരു അവസ്ഥയിൽ എന്നെ തനിച്ചാക്കിയിട്ട് അവൻ പോയില്ലേ എന്നൊക്കെ ചോദിച്ചു. ഭയങ്കര കരച്ചില്ല. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, ഞാൻ പോവാ ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ അയ്യോ വർഷേ നീ പോവല്ലേ, ഞാൻ പറയുന്നത് നീ ഒന്ന് കേൾക്കാൻ പറഞ്ഞു. അങ്ങനെ രേവതി പിന്നാലെ ചെല്ലുമ്പം വർഷേ നീ ഇതെവിടെ പോവാന്ന് ചോദിച്ചിട്ട് ചന്ദ്ര വന്നു. ഞാൻ എൻ്റെ വീട്ടിൽ പോവാം ആൻറ്റി. അയ്യോ ഇപ്പം ഇതല്ലേ നിൻ്റെ വീട്? അന്നേരം അല്ല, ഇത് ശ്രീകാന്തിൻ്റെ വീടാണെന്നും ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാണെന്നാ പറഞ്ഞതെന്നും പറഞ്ഞു. അപ്പോൾ എന്താ വർഷേ പ്രശ്നം, കാര്യം പറയാൻ പറഞ്ഞു. രേവതി ആകെ വല്ലാണ്ടായിട്ട് നിൽക്കും. അപ്പോൾ രേവതിയുടെ അടുത്തേക്ക് നീ എന്തെങ്കിലും പറഞ്ഞോടി ഇവളെ, എന്താടി നിൻ്റെ വിചാരം എന്ന് ചോദിച്ചാൽ ചുമ്മാ മെക്കിട്ട് കയറുമ്പോൾ അമ്മ എല്ലാത്തിനും ചുമ്മാ എൻ്റെ മെക്കിട്ട് കയറുന്നത് എന്തിനാണെന്ന് രേവതി ചോദിച്ചു. ശ്രീകാന്ത് വർഷം തമ്മിൽ ചെറിയൊരു പ്രശ്നം, അതുകൊണ്ടാണ് ഇവള് വീട്ടിൽ പോകുന്നതെന്ന് പറഞ്ഞു. ശ്രീകാന്തുമായിട്ട് പ്രശ്നമോ? അവനങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരുത്തനല്ലല്ലോ. അന്നേരം ആൻറ്റി അപ്പം ഞാനാണോ പ്രശ്നമെന്ന് വർഷം ചോദിച്ചു. അയ്യോ മോളെ, ആൻറ്റി അങ്ങനെയൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടോ. അയ്യോ ഞാൻ മോളകത്തേക്ക് വാ, നമുക്ക് എന്താ നടന്നതെന്ന് സംസാരിക്കാം വാ. അപ്പോൾ എനിക്കൊന്നും സംസാരിക്കാനില്ല ആൻറ്റി, ഞാൻ എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാണെന്ന് പറഞ്ഞു. അയ്യോ മോളെ നീ പെട്ടിയും തൂക്കി നിൻ്റെ വീട്ടിലേക്ക് പോയാൽ അവരെന്ത് വിചാരിക്കും? മോള് വാ നമുക്ക് സംസാരിക്കാം, മോള് വാ എന്ന് പറഞ്ഞ് വിളിക്കും. വേണ്ട ആൻറ്റി ഞാൻ പോവാന്ന് പറഞ്ഞു. അപ്പോൾ മോളെ പോവല്ലേ, പറയട്ടെ മോളെ എന്ന് പറഞ്ഞ് ചന്ദ്ര കാല് പിടിക്കുക. പക്ഷെ വർഷം നിന്നില്ല, വർഷം അങ്ങ് പോയി. അപ്പോൾ അതും പറഞ്ഞ് ആർക്കും എന്നോടൊരു ബഹുമാനവും ഇല്ല. വർഷം അങ്ങ് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോൾ ആർക്കും എന്നോടൊരു ബഹുമാനമില്ല. ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിന് കിടന്ന് ആടുക. കെട്ടിയന്മാരെ പറഞ്ഞാൽ മതിയല്ലോ, അമ്മമാർക്കൊന്നും ഒരു കഴിവുമില്ല, ഒന്നിനും കൊള്ളാത്തതുകൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദ്ര അകത്തേക്ക് കയറിപ്പോയി. ഇതും കേട്ടിട്ടാ സച്ചി ഇറങ്ങി വരുന്നത്. രേവതി എന്താ പ്രശ്നമെന്ന് ചോദിച്ചു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, എന്താ കാര്യം എന്ന് ചോദിച്ചു. പെട്ടിയും തൂക്കി വർഷം പോകുന്നുണ്ടല്ലോ, എന്താ കാര്യമെന്ന് ചോദിച്ചു. നീ എന്താ ഒന്നും ചോദിക്കാത്തതെന്നൊക്കെ ചോദിക്കുമ്പോൾ ശ്രീകാന്ത് വർഷയും തമ്മിൽ വഴക്ക് കൂടി പിണങ്ങി അവളുടെ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. ശ്രീകാന്തുമായിട്ട് വഴക്ക് കൂടിയെന്നോ? നീ എന്തൊക്കെയാ പറയുന്നത്? ഈ വീട്ടിലെ സച്ചേട്ടൻ മാത്രമാണ് ഭാര്യയായിട്ട് വഴക്ക് കൂടുന്നതെന്നല്ലേ നീ പറയാറ്? ഇപ്പം എൻ്റെ അനിയനും വഴക്കിടാൻ തുടങ്ങിയോ? അമ്പോ എനിക്കൊരു കൂട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി ഇങ്ങനെ നേരം നിൽക്കണം. അല്ല എന്താണാവോ വഴക്കിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ രേവതി കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഷെടാ, ശ്രീകാന്ത് ലീവ് എടുത്ത് കൂടെ ഇരിക്കുന്നത് തന്നെയായിരുന്നു ശരി. സച്ചേട്ടാ, വർഷയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമാവുക. അവൾക്ക് നല്ല പനിയുണ്ട് സച്ചേട്ടാ. അപ്പോൾ വിട്, അവളുടെ വീട്ടിലേക്ക് തന്നെയല്ലേ പോയിരിക്കുന്നത്, അവളുടെ അമ്മ അവളെ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഈ പിണക്കത്തിനൊക്കെ 1-2 ദിവസം ആയുസല്ലേ ഉള്ളൂ, അവൾ വന്നോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിയും അതിനെപ്പറ്റി ആലോചിക്കുന്നത് ശരിയാ. അപ്പോൾ പ്രിയ വന്ന് നമ്മുടെ ശ്രീകാന്തിനെ അവിടെ പെടുത്തിയിടുക കേട്ടോ, ഒരു സെക്കൻഡ് പോലും ഡിലേ ആവരുത്, അതങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്കും ശ്രീകാന്ത് ഭയങ്കര ടെൻഷനായിട്ട് ഇങ്ങനെ നിൽക്കുക. പിന്നെയും പ്രിയ വന്നു. എന്താ ശ്രീകാന്ത് എന്ത് പറ്റി, ഭയങ്കര ഡള്ളാണല്ലോ എന്ന് പറയുമ്പോൾ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു. വൈഫിന് ഫീവർ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, എങ്ങനെയുണ്ടിപ്പോൾ എന്ന് ചോദിച്ചു. അന്നേരം അറിയില്ല എന്ന് പറഞ്ഞു. ശ്രീകാന്ത് ഇവിടുത്തെ സിറ്റുവേഷൻ അറിയാമല്ലോ,
അതുകൊണ്ടാണ് പിന്നെ വരാൻ ഞാൻ പറഞ്ഞത്. നീ വന്നതുകൊണ്ട് പെട്ടെന്ന് വർക്ക് തീർന്നില്ലേ എന്ന് പ്രിയ ചോദിക്കാം. നീ നിൻ്റെ വൈഫിനെ ഒന്ന് വിളിച്ച് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ ശ്രീകാന്തിൻ്റെ ഫോണിലേക്ക് കോൾ വന്നു. ശ്രീകാന്ത് ഫോൺ എടുത്തുകൊണ്ട് അങ്ങോട്ടേക്ക് പോയി. അപ്പോൾ നോക്കിയപ്പോൾ അമ്മ എന്താ അമ്മയെ വിളിച്ചോന്ന് ചോദിച്ചപ്പോൾ വർഷ ഇറങ്ങിപ്പോയ കാര്യം പറഞ്ഞു. അവളുള്ള വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞു. വീട്ടിലോട്ട് പോയെന്നോ? എന്തിനു വേണ്ടിയിട്ടാ? എന്തിനാണെന്ന് നിനക്കല്ലേ അറിയോ? എനിക്കറിയോ? ഞാൻ ചോദിച്ചിട്ട് അവളൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മ വിളിച്ച് മോനോട് ഞാൻ ജോലിക്ക് പോകുന്നത് കൊണ്ടാണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ ശ്രീകാന്ത് അമ്മയോട് പറയുമ്പോൾ നീ ചെയ്തതിൽ എന്താ തെറ്റ്? അവൾക്ക് പനി വന്നെന്നും പറഞ്ഞു നിന്നെ അവളെ നോക്കി നിനക്ക് വീട്ടിലിരുന്നാൽ മതിയോ? ജോലിക്ക് പോകണ്ടേ? അല്ലെങ്കിലും നീ എന്തിനാ അവളുടെ കൂടെ എങ്ങനെ ഇരിക്കുന്നത്? നീ കൂടി ഇരുന്ന് അവളെ നോക്കിയാൽ അവളുടെ അസുഖം പെട്ടെന്ന് മാറുമെന്നൊക്കെ ചന്ദ്ര ചോദിക്കുക. നീ എന്താ ഡോക്ടർ വല്ലതാണോ എന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ രേവതിയും സച്ചിയും കൂടെ കേട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ സച്ചി കുത്തിത്തിരിപ്പ് തുടങ്ങി എന്നും പറഞ്ഞ് അവിടെ നിന്ന് രേവതിയോട് പറയും. അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചോദിക്കുക രേവതി. ഇനിയും വരുന്നുണ്ട്, നീ കേട്ടോളാൻ പറഞ്ഞു. അങ്ങനെ കിട്ടിയ അവസരം നന്നായി മുതലെടുത്ത് നമ്മുടെ ചന്ദ്രമതി ശ്രീകാന്തിനെയും കൂടി ഇതാക്കുക. അപ്പോൾ എനിക്ക് അസുഖം വന്നാൽ ഭാമയോടോ അയൽപക്കത്തെ പെണ്ണുങ്ങളോടോ നോക്കാൻ പറഞ്ഞിട്ടേ അദ്ദേഹം ജോലിക്ക് പോകുമായിരുന്നു. ഞാൻ അതിൻ്റെ പേരിൽ അച്ഛനോട് പിണങ്ങാൻ നിന്നിട്ടുണ്ടോ എന്നൊക്കെ ചന്ദ്ര ശ്രീകാന്തിനോട് ചോദിക്കാം. എന്നാൽ നിൻ്റെ ഭാര്യ ഇപ്പോൾ പിണങ്ങിപ്പോയിരിക്കുന്നു, അവളുടെ കൂടെ നിൽക്കണം പോലും. എന്താടാ അതൊക്കെ? പശു കൊണ്ട് ഒന്ന് ഒട്ടിച്ചു വെക്കാടാ, അതല്ലേ നല്ലതെന്നൊക്കെ ചോദിക്കുമ്പോൾ അമ്മേ ഞാൻ അവളുടെ കൂടെ വീട്ടിൽ നിൽക്കണമായിരുന്നു എന്ന് ശ്രീകാന്ത് പറയാം. ഇപ്പം എനിക്ക് വിഷമമുണ്ട് അതിലെന്ന് ശ്രീകാന്ത് പറയുമ്പോൾ അമ്മ അതേ മോനോട് ചുമ്മാ ആവശ്യമില്ലാത്തൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി ചെന്നിട്ട് നിങ്ങൾ വല്ല ആളോ പൈസക്കാരിയൊക്കെ ആയിക്കോട്ടെ, എൻ്റെ അച്ഛൻ അപമാനിച്ച് സംസാരിച്ചുണ്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അങ്ങ് ചെന്നു. നീ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്രമതി എന്നിട്ട് സച്ചിയോട് വഴക്ക് പറഞ്ഞു. അങ്ങനെ ഇതും പറഞ്ഞു ഫോൺ അങ്ങ് കട്ട് ചെയ്തു. അത് കഴിഞ്ഞ് ശ്രീകാന്ത് വീട്ടിൽ പോയി വർഷയെ വിളിച്ചുകൊണ്ട് വന്നോളാന്ന് പറയുമ്പോഴേക്കും എൻ്റെ വാക്കിന് നീ ഒരു വിലയും തരില്ലല്ലേടാ, അല്ലെങ്കിൽ തന്നെ എൻ്റെ വാക്കിന് തന്നെ അല്ലേ വില തരുന്നതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് അത് അങ്ങനെ കുറേ അങ്ങനെ ചന്ദ്ര കുത്തിത്തിരിപ്പും ഏഷണിയും നുണയും ഇത് കുറേ ഇതൊക്കെ പറഞ്ഞു കൊടുക്കാം. പിന്നെ നീ അവളെ വീട്ടിൽ പോയി ഒന്ന് വിളിച്ചുകൊണ്ട് വരണ്ടാന്നും സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് വേണം വരാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം പറഞ്ഞു കൊടുക്കുക. അതെല്ലാം കഴിഞ്ഞിട്ട് ചന്ദ്ര കയറിപ്പോയി. അമ്മ ഒന്ന് പറഞ്ഞാൽ വർഷ രണ്ട് തിരിച്ച് പറയും. അതാണ് ഇപ്പോഴത്തെ പ്രധാന കാരണമെന്ന് സച്ചി അന്നേരം പറഞ്ഞു. വർഷ ഇറങ്ങി പോകുമ്പോൾ പോകരുതെന്ന് പറഞ്ഞ ആളാ ഇപ്പോൾ ശ്രീകാന്തിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു തന്ന രേവതി. അമ്മയെ നിനക്ക് ഇനിയും മനസ്സിലായിട്ടില്ലേ രേവതി എന്ന് സച്ചി അന്നേരം ചോദിച്ചു. വർഷ ഇവിടുന്ന് പോകണമെന്ന് തന്നെ അമ്മയുടെ മനസ്സിലും ശ്രീകാന്ത് എന്ന് അവളെ ഇന്ന് തന്നെ കൂട്ടിക്കൊണ്ട് വരണമെന്നും അങ്ങനെ ചെന്നില്ലെങ്കിൽ ഈ വിഷയം വലുതാകുമെന്നുള്ള കാര്യം രേവതി ഇങ്ങനെ പറയുക. അപ്പോൾ ശരിയാന്ന് സച്ചിയും പറഞ്ഞു. അങ്ങനെ അതുമാത്രമല്ല അവിടെ ഏഷണി കൂട്ടാൻ നമ്മുടെ അച്ഛനും അമ്മയും ഉണ്ട്, ഇവിടെ നമ്മുടെ അമ്മയും ഉണ്ട്. മൊത്തത്തിൽ പ്രശ്നം. ഇവരൊക്കെ ചേർന്ന് ശ്രീകാന്തിനെയും വർഷയും രണ്ട് വഴിക്കാക്കുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം രേവതി പറയണം. അമ്മ ശ്രീകാന്തിനോട് പറഞ്ഞത് എന്താണെന്ന് നീ കേട്ടല്ലേ രേവതി? അമ്മ പറയുന്ന അനുസരിക്കുന്ന മോളനെ അവൻ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം ഞാനൊന്ന് ശ്രീകാന്തിനെ വിളിച്ച് നോക്കട്ടെ എന്ന് രേവതി ചോദിച്ചു. വിളിക്കാൻ പറഞ്ഞു സച്ചി. എന്നിട്ട് രേവതി ശ്രീകാന്തിനെ വിളിക്കാൻ അങ്ങ് പോയി. സച്ചി അതിനെപ്പറ്റി ആലോചിച്ചുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും ടാറ്റാ. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീഡിയോസ് എളുപ്പത്തിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.